വിശദമായി നോക്കാം. നടി ആക്രമിച്ച കേസിൽ വിചാരണ തുറന്ന കോടതിയിലേക്ക് നടത്തണമെന്ന അതിജീവിത എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. ആജ്ഞ രവീന്ദ്രൻ നൽകും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ആജ്ഞ, എന്തൊക്കെയാണ് പ്രധാനമായും അതിജീവിത പറയുന്നത്? ഭവ്യ, തുറന്ന കോടതിയിൽ വാദം വേണമെന്നാണ് നടി അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് ഇതുമായി വാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയുന്നതിൽ തനിക്ക് വിയോജിപ്പില്ല. നേരത്തെ തന്നെ ഒരു വേദിയിൽ വെച്ച് താൻ ഇനി അതിജീവിതയല്ല, എൻ്റെ പേരിൽ തന്നെ ഈ കേസ് അറിയപ്പെടുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തിയിരുന്നു. പക്ഷേ നമുക്ക് ചില നിയമത്തിന് ചില രീതികളുണ്ട്. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ട ഇരകളുടെ ഡീറ്റെയിൽസ് മറച്ചു വെച്ച് തന്നെ ആയിരിക്കും, അത് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും ആ തീരുമാനത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുറന്ന കോടതിയിൽ ഈ വാദം വേണമെന്ന തരത്തിൽ ഈ കേസിൽ അതിജീവിത ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഹർജി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമവാദം തുടങ്ങുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 7.5 വർഷമായി ഈ കേസിൽ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യം സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇത്രയധികം കാലഘട്ടത്തിലേക്ക് വിചാരണ നീണ്ടുപോകുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ കേസിന്റെ പ്രധാന തെളിവായിരുന്ന മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായി ബന്ധപ്പെട്ട് നടി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത്. അതായത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്ന പരാതിയും, അതുമാത്രമല്ല ജുഡീഷ്യറിക്ക് മേൽ ഭരണ സംവിധാനങ്ങൾ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് നടി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്, രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. അങ്ങനെയാണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് നീതി കിട്ടും വരെ ഏതറ്റം വരെയും പോകാൻ അതിജീവിത തയ്യാറാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ മെസ്സേജാണ് അവർ സമൂഹത്തിന് മുൻപിലേക്ക് വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും തനിക്ക് ഈ കാര്യത്തിൽ ഇത്തരം താനുമായി ബന്ധപ്പെട്ട കേസിൽ അത് തുറന്ന വാദം ആക്കുന്നതിൽ തനിക്ക് പ്രശ്നമില്ല. അത് ലോകമറിയണം, മാധ്യമങ്ങൾ വഴി ലോകമറിയണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അറിയണം, പൊതുജനങ്ങൾ അറിയണം എന്നൊരു നിലപാട് തന്നെയാണ് നടിക്ക് ഈ കാര്യത്തിലുള്ളതും. മാത്രമല്ല, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിനെതിരെയാണ് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും ആ സമയത്തും ഉണ്ടായിരുന്നത്. അതായത് മെമ്മറി കാർഡ് 3 തവണ ടാമ്പർ ചെയ്തപ്പോൾ അത് കണ്ടെത്തിയിട്ടും അത് കോടതി ജീവനക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായതുകൊണ്ട് അതിന്മേൽ നടപടിയെടുക്കാനുള്ള ശുപാർശയൊന്നും ജഡ്ജിന്റെ ഭാഗത്തുനിന്നും ജസ്റ്റിസ് ഹണിയം വർഗീസ് ആണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ള വലിയ വിമർശനവും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജഡ്ജും സംശയത്തിന്റെ നിഴലായിരുന്ന സാഹചര്യത്തിലാണ് അന്തിമവാദം ഇന്നലെ തുടങ്ങിയത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. എന്തായാലും 2 ആഴ്ച കാലം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാദം പൂർത്തിയാക്കാൻ. ഒരുപക്ഷെ സമയം നീട്ടി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും പ്രതിഭാഗത്തിന്റെ വാദം തുടങ്ങുക. അതും കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു ഒരു ജനുവരി സെക്കൻഡ് ഹാഫോടെ രണ്ടാമത്തെ ആഴ്ചയിലോ 3ാമത്തെ ആഴ്ചയിലോ കേസിന്റെ വിധി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും താൻ ഇരയല്ല അതിജീവിതയാണെന്ന നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ച നടി അതിജീവിത ഇപ്പോൾ അന്തിമവാദം തുറന്ന കോടതിയിൽ നടക്കട്ടെ എന്ന നിലപാടെടുത്തതിന് പിന്നിൽ ഒരുപാട് മാനങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ കാണുന്ന സിനിമാ മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ള ഒരു കേസാണ്. എല്ലാ മാറ്റങ്ങൾക്കും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേർന്നു നമുക്കൊപ്പം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ ഇതാ അതിജീവിത പറയുന്നു തനിക്ക് ഇനി അത് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. അന്തിമവാദം അടുത്ത സമയത്ത് അതിജീവിത പറഞ്ഞു ഇനി തുറന്ന കോടതിയിൽ മതി വാദമെന്ന്. അത്തരത്തിലൊരു സാധ്യത അത് എത്രമാത്രമുണ്ട് തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ, പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു കേസിന്റെ സാഹചര്യത്തിൽ? അതിന്റെ നിയമവശങ്ങൾ എങ്ങനെയാണ് അഡ്വക്കേറ്റ്? ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്നാണ് നമ്മൾ ഇത്തരം കേസുകളിൽ രഹസ്യ വിചാരണയ്ക്ക് പറയുന്നത്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് സാധാരണഗതിയിൽ ക്രിമിനൽ കോടതികളിൽ ഒരു എക്സംഷനാണ്, അതൊരു റൂളല്ല. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് തുറന്ന കോടതിയിൽ കേസ് കേൾക്കുക, വിചാരണ നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും വാദികളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രൈവസി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കേസുകളിൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകളിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഓർഡർ ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് ഈ കേസിലും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ്
ഇര എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, തന്റെ പേര് തന്നെ അറിയപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ പരസ്യമായ പ്രതികരണം നടത്തിക്കൊണ്ടാണ് ഈ അതിജീവിത മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യമല്ല, അല്ലെങ്കിൽ ഇരയുടെ താല്പര്യമല്ല ഇപ്പോൾ ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്ന തോന്നലാണ് ഇര ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിജീവിത ഈ ഇങ്ങനൊരു ഡിമാൻഡ് വെക്കുന്നത് തന്നെ അടഞ്ഞ കോടതി മുറികൾക്കകത്ത് നീതിയല്ല നടപ്പാക്കപ്പെടുന്നത് എന്ന തോന്നലാണ്. ഇത് വാസ്തവത്തിൽ ആ നീതിന്യായ സംവിധാനത്തിലുള്ള അവിശ്വാസം തന്നെയാണ് അതിജീവിത രേഖപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഹയർ ജുഡീഷ്യറി, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും ഇത്തരം അതിജീവിതയുടെ ഈ അവിശ്വാസത്തെ ഗൗരവത്തിലെടുക്കാത്തത്, കാണാത്തത് എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ ഉണ്ട്. അത് ഈ ചോദ്യത്തിൽ ഈ വിചാരണ കഴിഞ്ഞാലും ആ ചോദ്യം ബാക്കി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ഈ ഗൗരവമായ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. പക്ഷേ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്താൻ തീരുമാനിച്ച ഒരു സെഷൻസ് ജഡ്ജ് ഇനി ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ നിന്ന് മാറുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്, അവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അതിജീവിതയുടെ ചെലവിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട, രഹസ്യ സ്വഭാവമുള്ള വിചാരണ വേണ്ട, സത്യം ജനങ്ങൾ അറിയട്ടെ, അവിടെ നടക്കുന്ന വിചാരണ എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ എന്ന ഒരു നിലപാടാണ് അതിജീവിത ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. മറ്റു കാര്യങ്ങൾ, ഈ വിചാരണയിൽ എന്തുകൊണ്ടാണ് രഹസ്യ സ്വഭാവം വേണ്ടത് എന്ന കാര്യം ഇനി കോടതിയാണ് പറയേണ്ടത്. അത് കോടതി പറയുമോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീതിയാണ് വിചാരണയിൽ നടക്കുന്നത് എന്ന് ആർക്കും ബോധ്യമാവുന്ന തരത്തിലുള്ള ഒരു വിചാരണയാണ് അവിടെ നടക്കേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും തുറന്ന കോടതിയിലാണ്. അതായത് അടച്ചിട്ട മുറികളിൽ തനിക്ക് നീതി ലഭിക്കില്ല എന്നൊരു അതിജീവിത പറയുമ്പോൾ തുറന്ന കോടതിയിൽ നടത്തണമെന്ന് അതിജീവിത ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള സാധ്യത എത്രമാത്രമുണ്ട് അഡ്വക്കേറ്റ്? തീർച്ചയായിട്ടും അത് ആ കോടതിയാണല്ലോ പരിഗണിക്കേണ്ടത്. നമ്മൾ ഈ കേൾക്കുന്ന സാഹചര്യം മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമായിരിക്കില്ല. പ്രതിഭാഗത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടാവും, പ്രോസിക്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടാവും. ആ കോടതി ഇതുവരെ നടത്തിപ്പോന്ന ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്തുകൊണ്ടാണ് മാറ്റേണ്ടത്? കാരണം ഒരു സുപ്രഭാതത്തിൽ എടുത്ത് മാറ്റാവുന്ന സംഗതികളല്ല ഇതൊന്നും. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തിയത്? ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുമ്പോൾ എല്ലാ അഭിഭാഷകരോടും മറ്റ് അഭിഭാഷകരോട് പുറത്തു പോകാൻ പറയും, മറ്റേ ആളുകളോട് പുറത്തു പോകാൻ പറയും. അങ്ങനെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ച് വന്ന ഒരു വിചാരണ അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പൊതു വിചാരണ നടത്തേണ്ടത് എന്ന് കൺവിൻസിംഗ് ആയിട്ടുള്ള കാരണങ്ങൾ അതിജീവിതയ്ക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെറിറ്റിൽ പരിഗണിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ അതിനുള്ള ഉത്തരം പറയേണ്ടത് ആ ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്, വിചാരണ കോടതി തന്നെയാണ്. വിചാരണ കോടതിയുടെ ഇതുവരെയുള്ള സ്വഭാവം വെച്ചിട്ട് അടഞ്ഞ മുറികളിൽ നീതി കിട്ടും എന്ന് എന്നെപ്പോലുള്ള ആളുകൾക്ക് വിശ്വാസമില്ല. ആ രീതിയിലാണ് ആ കോടതിയുടെ പെരുമാറ്റം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പുറത്ത് മെറിറ്റോറിയസ് ആയിട്ട് എന്താണ് കോടതി പറയാനുള്ളത് എന്നാണ് നോക്കുന്നത്. ഏതായാലും കോടതി തീരുമാനിച്ചാൽ ഒരു നിമിഷം വൈകാതെ ഇതൊരു തുറന്ന കോടതിയായി മാറും, അതിലൊരു സംശയവുമില്ല. അതിന് നിയമപരമായി ഒരു തടസ്സവുമില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ ഞങ്ങളോട് പ്രതികരിച്ച്. എന്തായാലും കോടതി തീരുമാനിച്ചാൽ ഒരു തടസ്സവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അടഞ്ഞ കോടതികളിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ല എന്ന് തന്നെയാണ് ശ്രീ ഹരീഷ് വാസുദേവനും പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നു. നമുക്കിപ്പം ആജ്ഞ പ്രധാനമായും ആജ്ഞയിലേക്ക് എത്താൻ മുൻപ് ശ്രീ രാഹുൽ ഈശ്വർ ചേരുന്നു നമുക്കൊപ്പം. ശ്രീ രാഹുൽ ഈശ്വർ, എന്തായാലും അതിജീവിത ഇപ്പോൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നാണ് പറയുന്നത്. എന്താണ് താങ്കൾക്ക് പ്രതികരണം? അതിജീവിതയ്ക്ക് എങ്ങനെ കൊടുക്കാനുള്ള റൈറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ ഒന്നാണ്. അതുകൊണ്ട് അവരുടെ ഈ റിക്വസ്റ്റ് പൂർണ്ണമായും ബഹുമാനിക്കുന്നു. പക്ഷെ അത് ഇനി നിയമപരമായി പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അന്തിമ വാദങ്ങളാണ് ഇനിയും തുടങ്ങുന്നത്. കോടതി അനുവദിച്ചാൽ അത് പോസിബിൾ ആണെന്നാണ് അഡ്വക്കേറ്റ് ഞങ്ങളോട് അല്പസമയം മുൻപ് പറഞ്ഞത്. ആയിരിക്കാം അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നതൊക്കെ ഒരു ലാസ്റ്റ് മിനിറ്റ് ആണ്. സാധാരണക്കാർ ഇത് കാണുമ്പോൾ ഇതൊക്കെ അവസാന നിമിഷം ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേസ് പോകില്ല എന്ന് കണ്ട് അവർക്ക് കിട്ടുന്ന നിയമ അഡ്വൈസ് ആണെന്നാണ് പലപ്പോഴും തോന്നുക. കാര്യം ഇതെല്ലാം ലാസ്റ്റ് മിനിറ്റ് ആണ് ചെയ്യുന്നത്. പ്രസിഡന്റിന് എഴുത്തയക്കുന്നു, പ്രസിഡന്റ് ഒന്നും എഴുത്തയച്ചാൽ യാതൊരു ഗുണവും ഇല്ല എന്ന് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ അവസാന നിമിഷത്തെ തത്രപ്പാടാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അവസാന നിമിഷത്തെ തത്രപ്പാടാണെന്ന് തോന്നുന്നില്ല. കാരണം മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ നേരത്തെ അതിജീവിത കോടതിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു, അത് കാണിച്ചിരുന്നു. അതിനു മുൻപ് ADGP R ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അത് മാത്രമല്ല രാഷ്ട്രപതിക്ക് പരാതി നൽകി താങ്കളുടെ ശ്രദ്ധയിൽ ലാസ്റ്റ് നിമിഷത്തെ ഒരു തത്രപ്പാടാണെന്ന് കരുതാം. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റിലെ കാര്യമല്ലേ? ശ്രീലേഖയ്ക്കെതിരെ എങ്ങനെ പരാതിപ്പെടാൻ കഴിയും?
ഇപ്പൊ അതിജീവിത നാളെ അല്ലെങ്കിൽ അതിജീവിത അല്ല കേട്ടോ, പലപ്പോഴും ചെയ്യുന്ന അതിജീവിത അഡ്വക്കേറ്റ്സ് ആണ്. ഈ അതിജീവിത നാളെ എനിക്കെതിരെ പറയുകയാണ്, ഞാൻ ഏറ്റവും ശക്തമായി ദിലീപിനെ വാദിക്കുന്നു. ഷീലയ്ക്ക് പറയാനുള്ള റൈറ്റ് ഇല്ലേ? ഷീലയ്ക്ക് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? ആ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു DGPക്ക് എത്രയോ പേര് ദിലീപിനെ എത്രയൊക്കെ കരിവാരത്തേക്കുന്നു, എത്രയോ മാധ്യമങ്ങൾ കാവ്യമാധവനാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു. അതെ, അവർക്കെതിരെയെല്ലാം ദിലീപ് പോയി തുടങ്ങിയാലോ? അപ്പോൾ ഇതെല്ലാം അവസാന നിമിഷത്തെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് ക്ലിയറായി കാണാൻ കഴിയില്ലേ? പ്രസിഡന്റിന് എഴുത്തയച്ചിട്ട് എന്താ കാര്യം? ഒരു ക്രിമിനൽ ചട്ടം കോടതിയിൽ നടക്കുന്ന കേസിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് എങ്ങനെ ഇടപെടാൻ കഴിയും? അപ്പൊ ഇതൊക്കെ ന്യൂസ് വാല്യൂ ഉണ്ടാക്കാനും PR ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് പൊതുജനത്തിന് ഉണ്ടാകും എന്ന് എല്ലാവരും കരുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ ആശങ്കകളുണ്ടാകും. നമ്മൾ ബഹുമാനിക്കണം, അവരുടെ ഏതൊരു നടപടിയെ ബഹുമാനത്തോടെ കാണണം. ഞാൻ അതിനോട് വിയോജിക്കുന്നു, പക്ഷേ ബഹുമാനത്തോടെ കാണണം. പക്ഷേ ഇതെല്ലാം ലാസ്റ്റ് മിനിറ്റ് PR ആക്ടിവിറ്റീസും മറ്റുമാണ് എന്ന് സാധാരണ ജനം തിരിച്ചറിയുമെന്ന് നമ്മൾ മറക്കരുത്. കാര്യം ഇതൊന്നും ഒരു മീനിങ് ഫുൾ അല്ല. ഇപ്പൊ നാളെ യുണൈറ്റഡ് നേഷൻസിന് കത്തയക്കാം, ഒരു തെറ്റുമില്ല. ഇവിടെ ഇന്ത്യയിൽ തനിക്ക് നിയമം ഇതുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് എഴുത്തയക്കാം. പക്ഷെ അതിനൊന്നും ഒരു ലീഗൽ സാങ്ക്ടിറ്റിയും ഇല്ല, അതിനൊന്നും യാതൊരു ലീഗൽ സാങ്ക്ടിറ്റിയും ഇല്ല. ഇപ്പൊ ഇത് ചെയ്യാൻ പോകുന്നത് തുറന്ന കോടതിയിൽ എനിക്ക് ഇത് ചെയ്യണമെന്ന് പറയുന്നു, അത് നിഷേധിക്കുമ്പോൾ അടഞ്ഞ കോടതിയിൽ എന്തോ രഹസ്യം നടന്നു എന്നൊക്കെ ഇപ്പൊ പിന്നീട് പറയാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു അതിജീവിതയെ കൂടെയുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിജീവിതയുടെ കൂടെയുള്ള ആൾക്കാർ, അതിജീവിതയുടെ ലീഗൽ ടീം അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിന്ന് അവരുടെ വിഷമം മുതലാക്കി തങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് വേണം. അതായത് കേസിന് മെറിറ്റ് ഇല്ല, കേസ് തോക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ കേസ് തോക്കുമ്പോൾ പറയാൻ ന്യായം ഉണ്ടാക്കുകയാണ് ഇത് മാത്രം. അതായത് അതിജീവിതയുടെ കൂടെയുള്ള പോലീസുകാർ നടത്തിയ കള്ളത്തരങ്ങൾ, ദിലീപ് നമ്മുടെ പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ കേസുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും അവസാന നിമിഷം തങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് പൊതുജനത്തിന് സ്വാഭാവികമായിട്ടും സംശയം തോന്നും. തീർച്ചയായും വ്യക്തമാണ്. സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വറാണ് പ്രതികരിച്ചത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം അത്തരത്തിലാണ്. എന്തായാലും അതിനോട് പൂർണ്ണമായി യോജിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ അഭിപ്രായം പറയാം. കാരണം താൻ ഇരയല്ല, അതിജീവിത എന്ന തുടക്കം മുതൽ നിലപാട് സ്വീകരിച്ച അതിജീവിതയ്ക്കൊപ്പമാണ് തങ്ങളെന്നും ആവർത്തിച്ചു പറയുകയാണ്. അജ്ഞ രവീന്ദ്രൻ ചേർന്ന വിവരങ്ങളുമായി. അജ്ഞ, ഈ എന്തായാലും അതിജീവിത നിർണായകമായ ഒരു നീക്കമാണ് നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഹർജി നൽകിയിരിക്കുന്നു. ഈ ഹർജി എപ്പോഴത്തേക്ക് പരിഗണിക്കും? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അജ്ഞ? ഭവ്യ, ഈ ഹർജി അന്തിമവാദം നടക്കുന്ന കോടതിയിൽ തന്നെയാണ്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെയാണ് ഈ വാദം നടക്കുന്ന കോടതിയിൽ തന്നെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹർജി എന്തായാലും അന്തിമവാദത്തിനൊപ്പം തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ സൂചിപ്പിച്ചതുപോലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസിനെതിരെയാണ് നേരത്തെ തന്നെ അതിജീവിത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരാതി നൽകിയിരിക്കുന്നത്. അതായത് ജഡ്ജി ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായിട്ട്, തെളിവുകൾ ടാമ്പർ ചെയ്തതുമായിട്ടുള്ള അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തതുമായിട്ടുള്ള കേസിൽ അവർ നീതിപൂർവകമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ല, അല്ലെങ്കിൽ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചില്ല, അതിൽ വേണ്ട നടപടിയെടുത്തില്ല, കണ്ടെത്തി എന്നുള്ളതല്ലാതെ ആ ജഡ്ജി തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ പറഞ്ഞതിന് പ്രാമുഖ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഒരു പക്ഷേ ഈ കേസിൽ നീതി കിട്ടുമോ, അതല്ലെങ്കിൽ തനിക്ക് തുടർച്ചയായി നീതി നിഷേധിക്കുന്നതിൻ്റെ ഒരു ആശങ്ക കൂടിയായിരിക്കാം ഇത്തരത്തിലൊരു ഹർജി കോടതിയിൽ ഫയൽ ചെയ്യാനുണ്ടായത് സാഹചര്യം ഉണ്ടായത് എന്നാണ് നിയമവിദഗ്ധൻ കാട്ടിയതും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി അതിനുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കേസിൽ ഇങ്ങനെ ലൈംഗിക അതിക്രമത്തിൽ അതിലെ ഇരകളാകുന്ന അതിജീവിതകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടരുത് എന്നൊരു നിയമം നമുക്കുണ്ട്. അത് കാരണം അതിപ്പം ആരായാലും അവർ നേരിട്ട് വെളിപ്പെടുത്താൻ വന്നാൽ പോലും അതിജീവിതയുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങളോ വെളിപ്പെടുത്തരുത് എന്ന് തന്നെയാണ് നിയമം. അത് ലൈംഗിക അതിക്രമ കേസാകുമ്പോൾ നമ്മൾ പോലും പല കേസുകളിലും നേരത്തെ ഈ കേസ് തന്നെയും അക്രമ എന്നായിരുന്നു, അവർക്ക് നേരെ അതിക്രമം എന്നായിരുന്നു, ലൈംഗിക അതിക്രമം എന്നൊരു ടൈം ആദ്യം വന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തത ആദ്യം വന്നിരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ പോലും ആ സമയത്ത് അവരുടെ പേര് ഉപയോഗിച്ച് തന്നെയായിരുന്നു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നത്. പിന്നീടാണ് അത് ലൈംഗിക അതിക്രമ കേസ് ആവുകയും അത് നടി എന്ന് മാറുകയും അത് പിന്നീട് അതിജീവിത, നടിയല്ല, താൻ ഇരയല്ല, അതിജീവിതയാണ് എന്നൊരു തീർത്തോടുകൂടി അവർ രംഗത്ത് വരികയും തന്റെ പേരിൽ തന്നെ അറിയപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ പോലും നമ്മൾ ആരും അത് തിരുത്താൻ, അത് കാരണം അതിന്റെ പിന്നിൽ ഇത്തരത്തിലൊരു ശക്തമായ നിയമവശമുണ്ട്. അത് പോക്സോ കേസിലായാലും ലൈംഗിക അതിക്രമ കേസിലായാലും ഇത്തരത്തിൽ ഇരകളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇരകളെ വെളിപ്പെടുത്തുന്ന പോക്സോ കേസിൽ ചില കേസുകളിലൊക്കെ
കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാർ ഉണ്ടാകാം, രണ്ടാനച്ഛന്മാരുണ്ടാകാം, അടുത്ത ബന്ധുക്കൾ ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പ്രതികളുടെ പേര് പോലും വെളിപ്പെടുത്താനാകാത്ത സാഹചര്യമാണ് നിയമം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടരുത് എന്നൊരു നിയമം, എന്നൊരു പരിരക്ഷാ നിയമം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. പക്ഷേ ഹരീഷ് വാസ്തവൻ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തെ നീതിപൂർവകമായ ഇടപെടൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ ഒരു ഹർജിക്ക് വളരെ പ്രാധാന്യമുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. തീർച്ചയായും വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് അതിജീവിതം എത്തിയത്. അത് കോടതി എങ്ങനെ പരിഗണിക്കുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി. വഞ്ചിയൂരിൽ CPM സമ്മേളനത്തിന്റെ ഭാഗമായി ഗതാഗതം തടഞ്ഞ സ്റ്റേജ് കെട്ടിയ കേസിൽ പന്തൽ കരാറുകാരുടെ വാഹനങ്ങളും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. മൊഴിയെടുക്കാൻ ഇന്ന് ഹാജരാകാൻ CPM നേതാക്കൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. VV അരുൺ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, എന്തായാലും ഇന്ന് ഈ സ്റ്റേജ് കെട്ടിയ കേസിൽ, അതായത് ഗതാഗതം തടഞ്ഞ സ്റ്റേജ് കെട്ടിയ കേസിൽ പന്തൽ കരാറുകാരുടെ അടക്കം വാഹനങ്ങളുടെ ഉപകരണങ്ങളൊക്കെ പോലീസ് പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് പോലീസ് നടപടികൾ കർശനമാക്കുന്നത്. ഞാനിപ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇതിന് ഉള്ളിൽ തന്നെ ഒരു വാഹനം, ഒരു ലോറി, മിനി ലോറി കാണാം. ഇതിൽ കരാറുകാർ കൊണ്ടുവന്ന സാധനങ്ങളാണ്, അതായത് ഇവിടെ സ്റ്റേജ് കെട്ടാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ ബാക്കിയാണ് അത് പോലീസ് പിടിച്ചെടുക്കുന്നത്. ഇതിന് പുറത്തും ഒരു 2 വാഹനങ്ങളിൽ ജനറേറ്ററും കസേരയും ഉൾപ്പെടെയുള്ളവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ വഞ്ചൂർ സ്റ്റേഷന്റെ നേരെ എതിർവശത്താണ് നമ്മൾ നിൽക്കുന്നതിന്റെ എതിർവശത്തെ റോഡ് ക്രോസ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് വാഹനങ്ങൾ പോകുന്ന ഭാഗമാണ്. അവിടെയാണ് സ്റ്റേജ് നിർമ്മിച്ചിരുന്നത്. അതായത് പോലീസ് സ്റ്റേഷന്റെ നേരെ എതിർവശത്ത് കോടതികൾ സമീപമാണ് CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സ്റ്റേജ് നിർമ്മിച്ചത്. അവിടെ ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. വാർത്ത വന്ന വിവാദമായതോടുകൂടി കേസെടുക്കാൻ തയ്യാറായി. പിന്നീട് കോടതി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇവിടെ അന്തർകെട്ടിയ കമ്പനിയുടെ അവരുടെ തന്നെ ഈ ജനറേറ്ററും മറ്റുമാണ് ഇവിടെ സ്റ്റേജ് കെട്ടാൻ ഉപയോഗിച്ച നാടകമൊക്കെ, KPSCയുടെ നാടകമടക്കം ഇവിടെ അവതരിപ്പിച്ചിരുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം, MV ഗോവിന്ദൻ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ആ സാധനങ്ങൾ പിടിച്ചെടുത്തു. പുറകിൽ മറ്റൊരു ലോറിയിൽ ഈ പന്തൽ നിർമ്മാണത്തിനുള്ള മുളയും മറ്റ് സാധനങ്ങളും കസേരയും ഒക്കെ ഉണ്ട്. അതും അങ്ങനെ 3 വാഹനങ്ങളിലായാണ് സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആദ്യം ഈ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായതില്ല. പക്ഷേ ഈ വാർത്തയായതോടുകൂടി രാത്രി പോലീസ് എഫ്ഐആർ ഇട്ടു. കണ്ടാൽ അറിയാവുന്ന 500ഓളം പേർക്കെതിരെയായിരുന്നു അന്ന് എഫ്ഐആർ. പിന്നീട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ, സർക്കിൾ ഇൻസ്പെക്ടറെ വിളിപ്പിച്ചപ്പോൾ കോടതി നേരിട്ട് ഹാജരാൻ നിർദ്ദേശം കൊടുത്തപ്പോഴാണ് മിനിങ്ങാന്ന് രാത്രിയോടുകൂടി ഈ കേസിൽ CPM പ്രവർത്തകരെ, നേതാക്കളെ പ്രതി ചേർത്തത്. CPMന്റെ വഞ്ചൂർ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ P. ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പ്രതി ചേർത്തത്. വഞ്ചൂർ ഏരിയ കമ്മിറ്റിയിലെ 20 അംഗങ്ങളും ഈ കേസിൽ പ്രതികളാണ്. അവർക്കൊക്കെ ഇന്നലെ തന്നെ നോട്ടീസ് നൽകി. ചിലരുടെയൊക്കെ മൊഴി ഇതിനകം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വഞ്ചൂർ സർക്കിൾ ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർക്ക് ഹാജരാകുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും കോടതി ഇടപെടൽ തുടർന്ന് മറ്റു പോംവഴികളില്ലാതെ കടുത്ത നടപടിയിലേക്ക് പോകാൻ പോലീസ് തയ്യാറായത്. അതിന്റെ ഭാഗമാണ്. സാധാരണ കേസൊക്കെ ഒരു പെറ്റി കേസ് എടുത്ത് വിടുന്ന പതിവാണ്. പക്ഷേ കോടതി ഇടപെടലോടുകൂടി കൃത്യമായ നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. മറ്റു വഴികളില്ലാതെ അത്തരമൊരു നീക്കത്തിന് പോലീസ് നിർബന്ധമായി തീരുകയായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വാഹനങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഭവ്യ, തീർച്ചയായും ഗത്യന്തരമില്ലാതെ പോലീസിന്റെ നടപടി. എന്തായാലും വഞ്ചൂരിൽ CPM സമ്മേളനത്തിന്റെ ഭാഗമായി ഗതാഗതം തടഞ്ഞ് സ്റ്റേജ് കിട്ടിയ കേസിൽ പന്തൽ കരാറുകാരുടെ വാഹനങ്ങളും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ആ പോലീസ് പിടിച്ചെടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വഴി തടഞ്ഞ്, സാധാരണക്കാരന്റെ വഴി തടഞ്ഞ് പരിപാടി നടത്തിയതിന് അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് CPM നേരിട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് CPM നേതാക്കൾക്ക് മൊഴി നൽകാൻ ഹാജരാവാനുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഗതാഗതം തടഞ്ഞ് സ്റ്റേജ് കിട്ടിയ കേസിൽ പന്തൽ കരാറുകാരുടെ വാഹനങ്ങളും ഉപകരണങ്ങളും ഒക്കെ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. VV അരുൺ തുടരുന്നു. അരുൺ, ഗത്യന്തരമില്ലാത്തൊരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നു പോലീസിന്, അല്ലെ? തീർച്ചയായിട്ടും പോലീസിന് മറ്റു വഴികളിലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ
ഒരു നിയമലംഘനം നടക്കുമ്പോൾ സാധാരണ പോലീസിൽ നിന്ന് ഇത്തരത്തിൽ റോഡിൽ സ്റ്റേജ് കെട്ടാനൊക്കെ പോലീസിലും PWD നിന്നൊക്കെ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഒരു അനുമതിയുമില്ലാതെയാണെന്ന് CPM ഇത്തരമൊരു പരിപാടി ഇവിടെ നടത്തിയെന്ന് വ്യക്തമാണ്. വൈകുന്നേരമുള്ള സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ സമ്മേളനങ്ങൾക്കും മറ്റും ലോറി താൽക്കാലിക സ്റ്റേജ് ഒരുക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പതിവ്. അതിന് വിരുദ്ധമായി ഈ സ്റ്റേഷന് നേരെ എതിർവശം നമ്മൾ അത് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാകില്ല. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മീഡിയൻ ക്രോസ് ചെയ്താൽ എത്തുന്നത് സ്റ്റേജ് കെട്ടിയ സ്ഥലമാണ്. അത് പോലീസ് സ്റ്റേഷന്റെ കൺമുന്നിൽ നിന്നൊക്കെ നമ്മൾ പല വാർത്തകൾക്കും പറയാറുണ്ട്. പോലീസിന്റെ കൺമുന്നിൽ ഇത് അക്ഷരാർത്ഥത്തിൽ കൺമുന്നിലായിരുന്നു. തൊട്ടപ്പുറത്ത് കോടതിയുണ്ട്. ജഡ്ജിമാരും മറ്റും ഇതുവഴി വരുമ്പോൾ വഴി അടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി മാറിയത്. കോടതിയിലേക്കുള്ള ജഡ്ജിമാരുടെ മജിസ്ട്രേറ്റുമാരുടെ വരവ് പോക്കൊക്കെ വലിയ തടസ്സമുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രശ്നം ഈ രീതിയിൽ കോടതി ഏറ്റെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള സ്ഥലത്താണ് പോലീസ് സ്റ്റേഷനിൽ നേരെ ഇറങ്ങി മുന്നിലേക്ക് വരുന്നത് സ്റ്റേജിലേക്കാണ്. ഇവിടെയാണ് അതിന് തൊട്ടപ്പുറത്ത് ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. രണ്ട് വശത്ത് വഞ്ചൂർ ജംഗ്ഷനും അതുപോലെ തന്നെ പഴയ കളക്ടറേറ്റിന്റെ ഭാഗവും. അവിടെ പോലീസുകാർ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഇവിടെ ഇതുവഴി ഒരു വഴി മാത്രം ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ടു. ഇവിടെ ഈ രണ്ട് വരി പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തിവിട്ടു. നമുക്കറിയാം വളരെയധികം തിരക്ക് എല്ലാ സമയവും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ വഞ്ചിയൂർ. തൊട്ട് അടുത്ത് തന്നെ 3 സ്കൂളുകളുള്ളതാണ്. ജനറൽ ആശുപത്രിയിലേക്കുള്ള വഴിയാണ്. എയർപോർട്ടിലേക്ക് പോകാനുള്ള മറ്റൊരു ഇടവഴിയാണിത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട റോഡിലാണ് പോലീസ് അവിടെ നിന്നുകൊണ്ട് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ട് ഈ ഒരു ഒറ്റ പാതയിലൂടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ കൊടുത്ത് മണിക്കൂറുകളോളം കടുത്ത വലിയ തിരക്ക് ഇവിടെ ഉണ്ടായി. അങ്ങനെ ആ സാഹചര്യത്തിലാണ് പോലീസ് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തിക്ക് പോലീസ് കണ്ണടച്ചു എന്ന് മാത്രമല്ല അവർ കൂട്ടുനിൽക്കുകയും ചെയ്തെന്ന് പറയാം. അതുകൊണ്ടാണ് ഇത്രയധികം വിമർശനം ഹൈക്കോടതിയിൽ നടക്കമുണ്ടായത്. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഈ റോഡിൽ സ്റ്റേജ് കെട്ടുന്നതും സമരങ്ങളുടെ ഭാഗമായി ഗതാഗതം തടയുന്നതുമൊക്കെ പുതിയ സംഭവമല്ല, നിരന്തര സംഭവമാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ഒരു വഴി അടച്ചുകൊണ്ട് ജനങ്ങളുടെ യാത്ര പൂർണ്ണമായും ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു നടപടിയാണെന്നുണ്ടായത്. അത് ഈ കോടതിയുടെയൊക്കെ സമീപത്തായതുകൊണ്ടാകാം ഒരുപക്ഷെ ഇത്രയധികം ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിരവധി ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ ഇവിടെ വന്ന് പെടുകയും പിന്നീട് മറ്റു വഴികളിലൂടെ കോടതിയിലേക്ക് പോകേണ്ടതുമൊക്കെ സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോൾ കർശന നടപടിയിലേക്ക് പോലീസ് പോവുകയാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കോടതിക്ക് മുമ്പാകെ ഹാജരാകണം. അതുകൊണ്ട് കൂടിയാണ് എന്തു ചെയ്തു എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നലെ CPM നേതാക്കൾക്കെതിരെ മെനിങ്ങാന്ന് അവരെ പ്രതിയേർത്ത് കേസെടുത്ത് അവർക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയത്. ഈ 3 വാഹനങ്ങളും പന്തൽ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തതും ഭവ്യാണ്. അതാണ് ഭരിക്കുന്ന പാർട്ടി എന്ത് നിയമലംഘനം നടത്തിയാലും ജില്ലാ ഭരണകൂടവും പോലീസും കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നതിന്റെ ഉദാഹരണമായിരുന്നു നമ്മൾ വഞ്ചിയൂരിൽ കണ്ടത്. പക്ഷേ അങ്ങനെ അങ്ങ് പോയാൽ പോരാ, ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് കോടതി പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ നടപടിയിലേക്ക് കടത്തിരിക്കുന്നു. VV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് കടക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വൈക്കം സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഇന്ന് ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളം അനുമതി നൽകിയിരുന്നു. അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശന വേളയിൽ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈ മുരുകൻ ചൊവ്വാഴ്ച തമിഴ്നാട് നിയമസഭയെ അറിയിച്ചിരുന്നു. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഇന്നെന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനമായി മുല്ലപ്പെരിയാർ അതിലൊരു ചർച്ചയാകുമെന്നും പ്രതീക്ഷിക്കാമല്ലേ? ഭവ്യ, രാവിലെ അല്പസമയത്തിന് മുൻപാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പ്രഭാത ഭക്ഷണം കഴിഞ്ഞത്. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ സ്മാരക മന്ദിരത്തിലെത്തും. ഇന്ന് മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം ഈ തമിഴ്നാട്ടിലെ മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ആ ഒരു അനുമതി അത് നേരത്തെ തന്നെ കേരളം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചയിലൊന്നും ആ വിഷയമൊന്നും ചർച്ചയായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇരുവരും സ്മാരകം അതിന്റെ അനാച്ഛാദനത്തിനായി ഇവിടേക്ക് എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമായും തമിഴ്നാടിന്റെ നേതൃത്വത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വൈക്കം സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഇന്ന് ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. ആ ചടങ്ങിന്റെ ഭാഗമായി നടക്കുന്ന ഒരുക്കങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നവമി ദിനേശ് തുടരുന്നു. നവമി, തുടരാം.
തന്തൈ പെരിയാർ. അദ്ദേഹത്തിന്റെ സ്മാരകമാണ് ഈ വൈക്കത്ത് ഇവിടെ നവീകരിച്ചിരിക്കുന്നത്. ഏകദേശം 84 സെന്റ് സ്ഥലത്ത് 8 കോടിയിലധികം രൂപ മുതൽ മുടക്കിയാണ് ഈ സ്മാരകവും അതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രന്ഥശാലയും മ്യൂസിയവും ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് എം കെ സ്റ്റാലിനും ഒപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെ എത്തിച്ചേരുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളിയായ സാമൂഹിക പരിഷ്കർത്താവും ദ്രാവിഡ രാഷ്ട്രീയ ആചാര്യനുമാണ് തന്തൈ പെരിയാർ. കഴിഞ്ഞ തവണ ഈ ഒരു പരിപാടിയിൽ, അതായത് ഈ ശതാബ്ദി ആഘോഷത്തിന്റെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ തവണ ഇവിടെ എത്തിയിരുന്നു സ്റ്റാലിൻ. അന്നാണ് ഈ ഒരു സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള നവീകരണ പ്രഖ്യാപനം നടന്നത്. അതിനുശേഷം ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ മുന്നോടിയായി ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമായിരിക്കും വൈക്കത്തെ ബീച്ച് മൈതാനിയിൽ ഇരുവരും അവിടെ എത്തിച്ചേരും. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി ഏകദേശം 2000-ലധികം ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, 2 മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടികളായതിനാൽ അതീവ സുരക്ഷയിലാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള പോലീസ് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു സമ്മേളന വേദിയിലായിരിക്കും 2 മുഖ്യമന്ത്രിമാരും സംസാരിക്കുക. ഇവർക്കൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരും ഇന്നത്തെ ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മുല്ലപ്പെരിയാർ ചർച്ചാ വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളത്തിൽ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. ദേവസ്വം ഓഫീസർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഭക്തർ വന്നു പറഞ്ഞാൽ കോടതിയുടെ ഉത്തരവ് പാലിക്കാതെയിരിക്കുമോ എന്ന ദേവസ്വം ഓഫീസറോട് ചോദ്യം. സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലേ എന്നും വിമർശനം. ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം തള്ളി കോടതി. ലംഘിച്ച് ആന എഴുന്നള്ളത്ത് നടത്തിയതിലാണ് നടപടി. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിലെ ചർച്ചയ്ക്കിടെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂർ. വയനാട് വിഷയം അടക്കമുയർത്തി ശശി തരൂരിന്റെ വിമർശനം. പുതിയ ബില്ല് ദുരന്തമെന്ന് തരൂർ. വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തം. ഒരു പ്രദേശം തന്നെ ഇല്ലാതായി. 480-ലധികം പേർ മരിച്ചു. നിലവിലെ നിയമത്തിന് ഈ ദുരന്തത്തിൽ ഒന്നും ചെയ്യാനില്ല. പുതിയ ബില്ലിനും ഇത്തരം ദുരന്തങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ സാധിക്കില്ലെന്ന് ശശി തരൂർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചർച്ച തിരികെ വാർത്തയിലേക്ക്. ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ വിമർശനവുമായി സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുഖം. സമസ്ത മുഷാവറയിൽ നിന്ന് ജഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന് ചില ചാനലുകൾ കള്ളം പ്രചരിപ്പിക്കുകയാണ്. മുഷാവറയിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച മുസ്ലിം ലീഗ് അനുകൂലികൾ വാർത്ത സൃഷ്ടിക്കുകയാണെന്നും ഉമർ ഫൈസി മുഖം വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എത്താം. എന്നാൽ ചർച്ചയിലെ വിവരങ്ങൾ പുറത്തുവിട്ടത് ശരിയായില്ലെന്നാണ് SYS സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറയുന്നത്. തർക്കം നീണ്ടുപോകില്ലെന്നും പരിഹരിക്കുമെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ആ സംഭവം അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗത്ഭരും പ്രതിഭാസമ്പന്നനുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഈ രീതിയിൽ വലിച്ചു പുറത്തിട്ടതാരാണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് ഖേദകരമാണ്. അതിനേക്കാൾ ഗൗരവകരമാണ് ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ചർച്ചയും തർക്കവും ഒക്കെ വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഈ ലീഗും സംസ്ഥയും തമ്മിലുള്ള ഭിന്നത അത് വളരെ പരസ്യമാണ്. സമവായ നീക്കങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല. ഇപ്പോഴിതാ വീണ്ടും പരസ്യമായി വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നു അല്ലേ പലരും? തീർച്ചയായും ഇന്നലെ നടന്ന മുഷാവറ യോഗത്തിൽ രൂക്ഷമായ തർക്കമാണ് ലീഗ് അനുകൂലികളും പ്രതികൂലികളുമായ മുഷാവറ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായത്. വളരെ വിശദമായി തന്നെ ഇക്കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിന്, അതായത് ഇരുപക്ഷവും ഉന്നയിച്ചിരിക്കുന്ന പരാതികളിന്മേൽ ചർച്ച ചെയ്യുന്നതിന് മാത്രമായി ഒരു മുഷാവറ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമായത്. 2 ആഴ്ചക്കുള്ളിൽ ആ യോഗം ചേരും എന്ന് ഈ യോഗത്തിന് ശേഷം ജഫ്രി മുത്തുക്കോയത്തങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് രാത്രിയോടുകൂടി ഈ യോഗത്തിൽ വലിയ വാക്കേറ്റമുണ്ടായി, പൊട്ടിത്തെറി
പൊട്ടിത്തെറിയുണ്ടായി. ഒപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നടക്കമുള്ള ചില പ്രചാരണങ്ങൾ ഒരു വശത്തുണ്ടായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ പലരും ആ യോഗം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അത്തരത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ മുഷാവറ അംഗങ്ങൾ പലരും പുറത്തു പോയ ശേഷമാണ് ഏറ്റവും ഒടുവിൽ അന്ന് യോഗത്തിൽ പാസാക്കിയ ചില തീരുമാനങ്ങളുമായി മാധ്യമങ്ങളെ അദ്ദേഹം കാണുകയും മാധ്യമങ്ങളെ കണ്ട ശേഷം പിന്നീട് അവിടുന്ന് പോവുകയും ചെയ്തു. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പല മാധ്യമങ്ങളിലും വന്നത് എന്നാണ് മുഷാവറ അംഗം കൂടിയായ ഉമർ ഫൈസി മുഖം പറയുന്നത്. ഇത്തരത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹം യോഗം പൂർണ്ണമായ ശേഷം മാധ്യമങ്ങളെ കണ്ടു മടങ്ങുകയും ചെയ്തു. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആണ് എന്ന് പറയുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗ് അനുകൂലികളായ ചിലരാണ് ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം ലീഗിനുള്ള കൂട്ടുകെട്ട് ലീഗിനെ നാശത്തിലേക്ക് നയിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഇക്കാര്യം നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്നും ഉമർ ഫൈസി മുഖം പറയുന്നു. എന്നാൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന കാര്യം തന്നെയാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരും പറഞ്ഞിരിക്കുന്നത്. കാരണം യോഗത്തിൽ അടച്ചിട്ട മുറിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ വരും. ആ ചർച്ചകളെക്കുറിച്ച് പുറത്തു പറയുക അല്ലെങ്കിൽ ആ ചർച്ചകളെക്കുറിച്ച് കുറച്ചുകൂടി പർവ്വതീകരിച്ച് പുറത്ത് പ്രചരിപ്പിക്കുക എന്നത് ശരിയായ സംഘടനാ കീഴ്വഴക്കമല്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ സമസ്തയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇരുപക്ഷത്തുമായി ഈ സമസ്തയിലെ മുഷാവർ അംഗങ്ങൾ പോലും നിലയുറപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള കൃത്യമായ അല്ലെങ്കിൽ പർവ്വതീകരിച്ച വാർത്തകൾ പുറത്ത് നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കാനിരിക്കെ ഈ വിഷയം വഷളാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. തീർച്ചയായും അനീഷ, അതേസമയം തന്നെ ഇന്ന് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ നേതൃയോഗവും നടക്കുന്നുണ്ടല്ലോ. ഈ മുനമ്പം വിഷയത്തിലടക്കം ലീഗിന്റെ രണ്ടഭിപ്രായം, ലീഗിലെ തന്നെ ചെറിതിരിവ് നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് നേതൃയോഗം ചേരുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാവുക? ഈ സംസ്ഥ വിഷയമൊക്കെ ഈ നേതൃയോഗത്തിൽ ഉയരുമോ ഇന്ന്? അല്പസമയത്തിനകം മുസ്ലിം ലീഗിന്റെ നേതൃയോഗം കോഴിക്കോട് ലീഗ് ഹൗസിൽ ആരംഭിക്കും. നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും രണ്ട് വിഷയങ്ങളാവും ഇന്ന് യോഗത്തിന്റെ ചർച്ചയ്ക്ക് വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മുനമ്പം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന വിഷയത്തിലുള്ള ചർച്ചകൾ വളരെ കാര്യമായി തന്നെ പൊതുസമൂഹത്തിൽ നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ വഖഫ് ഭൂമി അല്ല, അത് ജനങ്ങളുടെ ഭൂമി എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ലീഗിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ട് സ്വരം ഉയരുന്നു. ഒരു വിഭാഗം പറയുന്നു വഖഫ് ഭൂമിയാണ്, മറ്റൊരു വിഭാഗം പറയുന്നു വഖഫ് ഭൂമി അല്ല എന്നും. എന്തായാലും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഇനി പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളിൽ നിന്നും വേണ്ട എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനവുമായി ഈ വഖഫ് സംരക്ഷണ സമിതി അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. BJP അടക്കമുള്ളവരും ഇക്കാര്യത്തെ വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായ സമന്വയം ഇക്കാര്യത്തിൽ പാർട്ടിയിൽ വേണം എന്നത് അനിവാര്യമായി മാറിയിരിക്കുന്നു. മുസ്ലിം സംഘടനകളൊക്കെ ഇടപെടുന്ന വിഷയമായതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് വേണം എന്നൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് മുനമ്പം വിഷയം ഇന്നത്തെ യോഗത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാവും. രാവിലെ ഭാരവാഹി യോഗവും അതിനുശേഷം പിന്നീട് വർക്കിംഗ് കമ്മിറ്റി യോഗവും ചേരുകയുമാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഇന്നലെ മുഷാവറ യോഗത്തിലടക്കമുണ്ടായ സമസ്തയ്ക്കുള്ളിലെ ഭിന്നിപ്പ് അല്ലെങ്കിൽ ലീഗ് അനുകൂലികളും പ്രതികൂലികളും എന്ന ചേരി സമസ്തയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യവും ഇന്നലെ നടന്ന മുഷാവറ യോഗത്തിൽ നടന്ന കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയവും. ഒപ്പം ഈ വയനാട് പുനരധിവാസത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കണം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ അനിശ്ചിതമായി നീളുമ്പോൾ മുസ്ലിം ലീഗ് പണം സമാഹരിച്ചത് അക്കൗണ്ടിൽ ഉണ്ട്, അത് വിനിയോഗിച്ച് തങ്ങൾ നേരത്തെ നിർദ്ദേശിച്ച രീതിയിൽ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കും. എന്തായാലും നേതാക്കളൊക്കെ ഈ യോഗ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭവ്യ. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ മുഷാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നത് ശരിയാണെന്ന് മുഷാവറ അംഗം ബഹാഉദ്ദീൻ നദ്വി പ്രതികരിച്ചു. സി വി അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് ഉമർ ഫൈസി മുക്കം പറയുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളില്ല, ചില ചാനലുകൾ കള്ളം പ്രചരിപ്പിക്കുകയാണ്, മുഷാവറയിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് തന്നെ മുഷാവറ അംഗം തന്നെ പറയുന്നു ഇറങ്ങിപ്പോയത് ശരിയാണെന്ന്. എന്താണ് സംഭവം? വിവരങ്ങൾ. ഭവ്യ, മുഷാവറ യോഗത്തിന് ശേഷം സമസ്തയിൽ പൊട്ടിത്തെറി തുടരുകയാണ് എന്ന് പറയാം. കാരണം ഉമർ ഫൈസി മുക്കവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഉമർ ഫൈസി മുക്കത്തിന്റെ വിവാദങ്ങൾ, അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്താവനകൾ മൂലമുണ്ടായ വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ സമസ്ത മുഷാവറ തീരുമാനിക്കുകയും ഉമർ ഫൈസി മുക്കത്തോട് പുറത്തിറങ്ങി പോകുവാൻ, മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതിന് സമ്മതിച്ചു. തുടർന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി. അതോടൊപ്പം തന്നെ
ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തു നിന്നും മോശം പരാമർശങ്ങൾ, കള്ളന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ താൻ ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നുമാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതിനെ സാധൂകരിക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ സമസ്ത മുഷാവർ അംഗമായ ബഹാവുദ്ദീൻ നദിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. മുഷാവറിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നത് ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമർ ഫൈസിയെ കുറിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഉമർ ഫൈസിയോട് പുറത്തു നിൽക്കണമെന്ന് ടിപ്പു തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. കള്ളന്മാർ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉമർ ഫൈസി പറഞ്ഞു. അത് തന്നെ ലക്ഷ്യമിട്ടാണ് എന്നാണ് പറഞ്ഞതെന്നാണ് നദി പറയുന്നത്. അതിനെ തുടർന്ന് ഈ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ടിപ്പു തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. സമസ്തയുടെ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ ആണ് ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അബ്ദുസമദ് പൂക്കോട്ടൂരും ഈ വിഷയത്തിൽ ഉമർ ഫൈസി മുഖത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. നേതൃത്വം പറയുന്നത് അനുസരിക്കുകയാണ് ആ രീതി, എന്നാൽ അതിനെ എതിർക്കുന്ന തരത്തിൽ ഉള്ള സമീപനം ഉണ്ടാകുന്നത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് നേതൃത്വവുമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഉണ്ടായ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത് നേതൃത്വം അത് പുറത്തിറക്കിയവർ തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണെന്നും ഈ നേതാക്കളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ചുരുക്കം പറയുമ്പോൾ വലിയ വിവാദങ്ങളിലേക്കാണ് മുഷാവറ യോഗത്തെ തുടർന്ന് ഉണ്ടായ സംഭവവികാസങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ, പണ്ഡിതരുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലീഗ് അനുകൂല വിഭാഗത്തിലുള്ള പണ്ഡിതരും അതേപോലെ ഉമർ ഫൈസിക്കൊപ്പം നിൽക്കുന്നവരും ഈ വിഷയത്തിൽ വിവിധ വിശദീകരണങ്ങളും പരാമർശങ്ങളുമായിട്ട് രംഗത്തെത്തുകയാണ്. ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്കെതിരെ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന വി ഡി സതീശനെ തെറ്റിദ്ധരിപ്പിച്ച മുഹമ്മദ് ഷായെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ. കളമശ്ശേരി സീറ്റിന് വേണ്ടി വഖഫ് വിഷയത്തിൽ സമുദായത്തെയും പാർട്ടിയെയും മുഹമ്മദ് ഷാ വഞ്ചിച്ചുവെന്നും വിമർശനമുണ്ട്. മുസ്ലിം ലീഗ് സേഫ് ഫോറം എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. വയനാട് പുനരധിവാസത്തിനായി SDRFൽ നിന്ന് സർക്കാർ എത്ര പണം ചെലവഴിക്കുമെന്ന് ഇന്നറിയാം. ചെലവഴിക്കാൻ കഴിയുന്ന പണത്തിന്റെ കണക്കുകൾ സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ട് ഹാജരായിട്ടും SDRF ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. SDRFൽ എത്ര പണമുണ്ടെന്ന ചോദ്യത്തിന് 677 കോടിയെന്നായിരുന്നു മറുപടി. 2 തവണയായി കേന്ദ്രം 291 കോടി രൂപ നൽകിയെന്നും അറിയിച്ചു. ഇതിൽ 97 കോടി സംസ്ഥാനത്തിന്റെ വിഹിതവും ചേർത്തുള്ളതാണ്. ഈ തുകയിൽ 95 കോടി വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചെന്നും 677 കോടി രൂപയാണ് ഇനി അവശേഷിക്കുന്നതെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. വയനാടിന്റെ പുനരധിവാസത്തിനായി SDRFലെ തുകയിൽ എത്ര ചെലവഴിക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടി പറയാനായില്ല. കണക്കുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ കേന്ദ്രം എങ്ങനെ സംസ്ഥാനത്തിന് പണം നൽകുമെന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ചു. വയനാട് പുനരധിവാസം വൈകുന്നത് കേന്ദ്രത്തിന്റെ നിസ്സഹകരണം മൂലമാണെന്നും കേരളത്തോട് വിവേചനപരമായ നിലപാടാണ് കേന്ദ്രം കാട്ടുന്നതെന്നും പറഞ്ഞ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി. വയനാട് പുനരധിവാസത്തിൽ ഹൈക്കോടതി വിമർശനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ച വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്ത് വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ കോടതിയിൽ എന്തു പറയുന്നു എന്നത് നിർണായകമാണ്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 100 വീടുകൾ വെച്ച് നൽകുമെന്ന വാഗ്ദാനത്തിൽ കേരള സർക്കാർ ആശയവിനിമയം നടത്തിയില്ലെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പരാമർശവും സ്വന്തം നിലയിൽ പുനരധിവാസം നടത്തുമെന്ന മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് രാഷ്ട്രീയമായും ഏറെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകിയത് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. MM ലോറൻസിന്റെ മക്കളായ ആശ ലോറൻസും സുജാത ബോബനും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. രണ്ടാം മധ്യസ്ഥ ചർച്ചയുടെ പുരോഗതി സർക്കാരും മധ്യസ്ഥത വഹിച്ച അഭിഭാഷകനും ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കും. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ NN സുഗുണ ബാലനാണ് മധ്യസ്ഥൻ. വിഷയം മക്കൾ തമ്മിലുള്ള തർക്കമെന്നും വിഷയത്തിന് സിവിൽ സ്വഭാവമെന്നുമായിരുന്നു ആദ്യ തവണ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം.
നടൻ ദിലീപും സംഘവും VIP പരിഗണനയിൽ ശബരിമല ദർശനം നടത്തിയതിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദമായ സത്യവാങ്മൂലവും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ വിശദമായ റിപ്പോർട്ടും ഡിവിഷൻ ബെഞ്ച് മുൻപാകെ എത്തും. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നത്. ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ 4 പേർക്കെതിരെ നടപടിയെടുത്തതായി എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതിയെ അറിയിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് നടപടി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിലവിലെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും കേസ് ഡയറിയും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നും നിലവിലെ അന്വേഷണം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം നിഷ്പക്ഷമാകില്ലെന്നും ആരോപിച്ചാണ് ഭാര്യ മഞ്ജുഷയുടെ ഹർജി. എന്നാൽ നിലവിലെ അന്വേഷണം കാര്യക്ഷമമാണെന്നാണ് സർക്കാർ വാദം. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് ഹർജി പരിഗണിക്കുന്നത്. കണ്ണൂരിൽ MK രാഘവൻ MPക്കെതിരെ പോസ്റ്റർ. പയ്യന്നൂരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. MK രാഘവൻ ഒറ്റുകാരൻ എന്ന പോസ്റ്ററിൽ പറയുന്നു. കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഓഫീസായ ഗാന്ധി മന്ദിരത്തിന്റെ മതിലിലും പോസ്റ്റർ കണ്ടെത്തി. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ വധശ്രമത്തിന് കേസ്. 11 SFI പ്രവർത്തകർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി മർദ്ദിച്ചുവെന്നാണ് FIR. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകൻ മുഹമ്മദ് റുബിന്റെ പരാതിയിലാണ് നടപടി. പരിക്കേറ്റ SFI പ്രവർത്തകൻ ആഷിഖിന്റെ പരാതിയിൽ 6 KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. പോലീസിന്റെ പ്രാഥമിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിൽ 17 SFI KSU പ്രവർത്തകരുടെ പേരിലും കേസുണ്ട്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഴുവൻ രാഷ്ട്രീയ സംഘടനകളെയും ഉൾപ്പെടുത്തി പോലീസ് സർവകക്ഷി യോഗം ചേരും. KSU ജില്ലയിൽ നിന്ന് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തമിഴ് മാധ്യമങ്ങൾക്കെതിരെ നടി സായി പല്ലവി. രാമായണം സിനിമയിൽ അഭിനയിക്കുന്നതായി നടി വെജിറ്റേറിയനായെന്നും സീതയെ അവതരിപ്പിക്കാനുമാണ് ഇതെന്നും ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് നടി രംഗത്തെത്തിയത്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കും. സിനിമയുടെ പ്രധാനപ്പെട്ട സമയത്ത് ഇത്തരം ഗോസിപ്പുകൾ വ്യക്തികളോ മാധ്യമങ്ങളോ നൽകിയാൽ നിയമ നടപടി പ്രതീക്ഷിക്കണമെന്നാണ് നടി എക്സിൽ കുറിച്ചത്. താൻ സസ്യാഹാരിയാണെന്ന് നടി മുൻപ് വ്യക്തമാക്കിയിരുന്നു. നയൻതാരയുടെ ജീവിതം ആസ്പദമായ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദം പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന വിമർശനത്തിൽ വിശദീകരണവുമായി നയൻതാര. ധനുഷുമായുള്ള തർക്കം ഡോക്യുമെന്ററിക്ക് വേണ്ടിയുള്ള പ്രചരണ സ്റ്റണ്ട് ആയിരുന്നില്ല. ധനുഷിന്റെ പ്രശ്നം അറിയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. സംസാരിക്കാനും തയ്യാറായില്ല. തങ്ങളുടെ ഫോണുകളിൽ ചിത്രീകരിച്ച BTS ആണ് അവസാനം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതെന്നും അതിനാൽ പകർപ്പവകാശം ബാധകമായിരിക്കില്ല എന്നും നയൻതാര ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. നടി അനുശ്രീയുടെ കാർ മോഷ്ടിച്ച കേസിൽ പിടിയിലായ പ്രതിയുടെ മോഷണ രീതികൾ പോലീസിനെയും അമ്പരപ്പിക്കുന്നത്. തിരുവനന്തപുരം വിതുര സ്വദേശി പ്രബിനാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. ഇഞ്ചക്കാട് യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നായിരുന്നു പ്രതി അതിവിദഗ്ധമായി കാർ മോഷ്ടിച്ചത്. ഡിസംബർ 7 പുലർച്ചെ 1:40 നടി അനുശ്രീയുടെ കാർ പ്രബിൻ മോഷ്ടിച്ചത്. വാളകം വഴി ഇയാൾ കാറുമായി ബന്ധുവീട്ടിലെത്തുകയും മടക്കയാത്രയിൽ നെടുമങ്ങാടുള്ള റബ്ബർ കട കുത്തിത്തുറന്ന് 400 കിലോ റബ്ബർ ഷീറ്റുകൾ മോഷ്ടിക്കുകയും ചെയ്തു. അടുത്ത ദിവസം റബ്ബർ വിറ്റുകിട്ടിയ പണവുമായി ആഡംബര ഹോട്ടലിൽ താമസിച്ചു. പിന്നീട് വീണ്ടും പണം കണ്ടെത്താനായി മറ്റൊരു റബ്ബർ കട കുത്തിപ്പൊളിച്ച് 500 കിലോ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചതായും പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച കാറുമായി കോട്ടയത്തെത്തിയപ്പോൾ ഇന്ധനം തീർന്ന് വഴിയിൽ നിന്നതോടെ പ്രബിൻ കാർ ഉപേക്ഷിച്ച് KSRTC ബസ്സിൽ തിരുവനന്തപുരത്തെത്തി. അവിടെ നിന്ന് സുഹൃത്തിന്റെ ഇരുചക്ര വാഹനമെടുത്ത് കോട്ടയത്തേക്ക് വരും വഴിയാണ് കൊട്ടാരക്കര പോലീസിന്റെ വലയിലായത്. കൊട്ടാരക്കരയുള്ള യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് എക്സീരിയർ ഇനത്തിൽപ്പെട്ട വാഹനം മോഷണം ചെയ്ത ആളെയാണ് ഇന്ന് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രബിൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ നിരവധി വാഹന മോഷണ കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്നും വാഹനങ്ങൾ മോഷ്ടിച്ച വാഹനവും അതുപോലെ തന്നെ കട കുത്തി തുറന്നും മോഷണം നടത്തിയിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ 8 കേസുകളോളം ഇപ്പം ഈ അറസ്റ്റിന് ശേഷം 3 മാസമായിട്ട് ജയിൽ റിലീസ്ഡാണ്. ആ 3 മാസത്തിനുള്ളിൽ 8ഓളം കേസുകൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ കൺഫസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ റിമാൻഡ് ചെയ്യുന്നുണ്ട്. പാലക്കാട് തേങ്കുറിശ്ശിയിൽ നിന്ന് കാർ മോഷ്ടിച്ച ശേഷം സമീപത്തെ പെയിന്റ് കട കുത്തിത്തുറന്ന് പെയിന്റ് എടുത്ത് കാറിന്റെ നിറം മാറ്റി ഉപയോഗിച്ച കേസിൽ പോലീസ് അന്വേഷണം നടന്നുവരവെയാണ് പ്രബിൻ പിടിയിലായത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രബിൻ CCTVയും മറ്റ് തെളിവുകളും നശിപ്പിച്ചാണ് കാർ മോഷ്ടിക്കുന്നത്. പമ്പുകളിൽ പോകാതെ മറ്റ് കാറുകളിൽ നിന്നും ഇന്ധനമൂറ്റിയാണ് മോഷണ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്.
പ്രഭിനെതിരെ സംസ്ഥാനത്ത് നിരവധി സ്റ്റേഷനുകളിൽ വിവിധ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരിടവേള കൂടി. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ആനയെഴുന്നള്ളത്തിൽ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. ദേവസ്വം ഓഫീസർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഭക്തർ വന്നു പറഞ്ഞാൽ കോടതിയുടെ ഉത്തരവ് പാലിക്കാതെയിരിക്കുമോ എന്ന ദേവസ്വം ഓഫീസറോട് ചോദ്യം. സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലേ എന്നും വിമർശനം. ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം തള്ളി കോടതി. ലംഘിച്ച് ആനയെഴുന്നള്ളത്ത് നടത്തിയതിലാണ് നടപടി. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിലെ ചർച്ചയ്ക്കിടെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂർ. വയനാട് വിഷയം അടക്കമുയർത്തി ശശി തരൂരിന്റെ വിമർശനം. പുതിയ ബില്ല് ദുരന്തമെന്ന് തരൂർ. വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തം. ഒരു പ്രദേശം തന്നെ ഇല്ലാതായി. 480-ലധികം പേർ മരിച്ചു. നിലവിലെ നിയമത്തിന് ഈ ദുരന്തത്തിൽ ഒന്നും ചെയ്യാനില്ല. പുതിയ ബില്ലിനും ഇത്തരം ദുരന്തങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ സാധിക്കില്ലെന്ന് ശശി തരൂർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചർച്ച നടത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും. കുമരകത്ത് രാത്രി 9-ന് കൂടിക്കാഴ്ച. MK സ്റ്റാലിൻ ഉച്ചയോടെ കുമരകത്തെത്തി. സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുകൂല വിഭാഗവും വിരുദ്ധ വിഭാഗവും തമ്മിലുള്ള ഭിന്നതകൾ തുടരുന്നു. പരസ്പരം നടപടിയെടുക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇരുപക്ഷവും. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാവറ യോഗം ചേരുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയ്ക്കുള്ളിൽ ഭിന്നതയില്ല. പരാതികൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. മുനമ്പം വിഷയത്തിൽ രേഖകൾ പരിശോധിച്ച ശേഷം നിലപാട് പ്രഖ്യാപിക്കുമെന്നും ജിഫ്രി തങ്ങൾ. സമസ്ത മുഷാവറ യോഗം തുടങ്ങും മുൻപ് ലീഗ് ഹൌസിന് മുന്നിൽ പോസ്റ്റർ. മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്ന് ആവശ്യം. CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിൽ മാറ്റത്തിന് സാധ്യത. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് S. സുദേവനെ മാറ്റിയേക്കും. സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കൾ അടക്കമുള്ളവർ പുതിയ സെക്രട്ടറി വരണമെന്ന അഭിപ്രായത്തിലാണ്. ജയമോഹൻ, K. സോമപ്രസാദ് എന്നിവരുടെ പേരുകളാണ് പകരം പരിഗണനയിലുള്ളത്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR വസന്തൻ, S. രാധാമണി, PK ബാലചന്ദ്രൻ എന്നിവരെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനിടയില്ല. VV അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം? വിവരങ്ങൾ. അല്പസമയത്തിനകം CPM-ന്റെ നിലവിലെ ജില്ലാ കമ്മിറ്റി ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ വയ്ക്കേണ്ട പാനൽ, അതായത് പുതിയ ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെ അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളന പ്രതിനിധിയുടെ പാനൽ അവതരിപ്പിക്കും. അതിൽ നിന്നാകും പിന്നീട് ജില്ലാ സമ്മേളനം പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക. നിലവിലെ സെക്രട്ടറി S. സുദേവൻ തുടരുമെന്നായിരുന്നു ഇന്നലെ വരെയുള്ള സൂചനകൾ. പക്ഷെ അദ്ദേഹം മാറിയാലും അത്ഭുതപ്പെടാനില്ലാതെ എത്ര വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്ര മികച്ചതായിരുന്നില്ല എന്ന അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ CPM ആലോചിക്കുന്ന സൂചനകൾ വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി കേന്ദ്ര കമ്മിറ്റി കൂടിയായ KN ബാലഗോപാലും അതുപോലെ തന്നെ സംസ്ഥാന സമിതി നേതാക്കളും അദ്ദേഹത്തെ തുടരട്ടെ എന്ന അഭിപ്രായം ഉള്ളവരാണ്. എന്നാൽ മറ്റു ഒരു ഭാഗം പുതിയ ആൾ വരട്ടെ, സംസ്ഥാന സമിതി അംഗം കൂടി K. സോമപ്രസാദോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അംഗം ജയമോഹനോ വരട്ടെ എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിന് ആരംഭിക്കാൻ പോകുന്ന ജില്ലാ കമ്മിറ്റിയിൽ അതിനൊരു ധാരണയുണ്ടാകും. കാര്യമായ തർക്കവും മത്സരവും ഒന്നും ഉണ്ടാകുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ജില്ലാ സെക്രട്ടറിയെ മാറ്റിയേക്കും. കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്നുള്ള നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനും തീരുമാനമുണ്ട്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഒരാഴ്ച പിന്നിടുന്ന മഹാ അനിശ്ചിതത്വം. മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയം നേടിയെങ്കിലും വല്ലാത്തൊരു പെടലിൽ പെട്ടുനിൽക്കുകയാണ് ശിവസേന നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ. മുഖ്യമന്ത്രി മോഹം ഉപേക്ഷിച്ച ഉപമുഖ്യമന്ത്രിയായ ഷിൻഡെയ്ക്ക് ആഭ്യന്തര വകുപ്പും ലഭിക്കാൻ വഴിയില്ലെന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയത്തോടെ തുടർഭരണം ഉറപ്പാക്കിയ ഏക്നാഥ് ഷിൻഡെ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു. കിട്ടിയില്ല. 2.5 വർഷം നൽകണമെന്ന ആവശ്യവും ഒന്നാം കക്ഷിയായ BJP തള്ളി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വഴങ്ങുമ്പോൾ ആഭ്യന്തരം ചോദിച്ചു. അതും കിട്ടാൻ വഴിയില്ല. നഗരവികസനത്തിനൊപ്പം റവന്യൂ കൂടി നൽകണമെന്ന ആവശ്യവും അംഗീകരിക്കാൻ വഴിയില്ലെന്നാണ് ഒടുവിലത്തെ സൂചന. മുഖ്യമന്ത്രിയുടെയും 2 ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും മന്ത്രിസഭാ വികസനമോ വകുപ്പ് വിഭജന ചർച്ചയോ എങ്ങും എത്തിയിട്ടില്ല. എന്നു നടക്കുമെന്നതിൽ BJP ഉറപ്പും പറയുന്നില്ല. എല്ലാ വകുപ്പും ഇപ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനാണ്.
ഉപമുഖ്യമന്ത്രിമാർ വകുപ്പില്ലാതെ തുടരുന്നു. മന്ത്രിസഭാ വികസനം വൈകുന്നതിലോ ശിവസേനയുടെ സമ്മർദ്ദത്തിലോ BJP ദേശീയ നേതൃത്വവും ഇടപെടുന്നില്ല. വഴങ്ങുകയല്ലാതെ മുന്നിൽ വഴിയില്ലെന്ന അവസ്ഥയിലാണ് ശിവസേന. 57 MLA-മാരുള്ള ശിവസേന പോയാലും 132 MLA-മാരുള്ള BJPയും 41 MLA-മാരുള്ള NCPയും ചേർന്നാൽ കേവല ഭൂരിപക്ഷവും കടന്ന് 28 MLA-മാർ അധികമുണ്ട്. ഫലത്തിൽ താൻ മുഖ്യമന്ത്രിയായിരുന്നു നേടിയ വമ്പൻ വിജയമാണ് ഷിൻഡെ ഇപ്പോൾ ദുർബലനാക്കുന്ന മുഖ്യ ഘടകം. ഇത്ര വലിയ വിജയം വേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിക്കുന്നവരിലൊരാൾ ഇപ്പോൾ ഷിൻഡെ ആയിരിക്കുമെന്ന് പറയാനുള്ള കാരണവും ഇതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ വകുപ്പ് വിഭജനം സംബന്ധിച്ച് BJP ശിവസേന തർക്കം നിലനിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നലെ രാത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. BJP അധ്യക്ഷൻ JP നദ്ദയും ഫട്നാവിസും ഒപ്പമുണ്ടായിരുന്നു. ഡിസംബർ 14-നുള്ളിൽ തർക്കത്തിന് പരിഹാരമാകുമെന്ന സൂചനയാണ് മുതിർന്ന നേതാക്കൾ നൽകുന്നത്. ആർ കിരൺ ബാബു ചേരും കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഒരു തർക്കപരിഹാരം പ്രതീക്ഷിക്കണമോ ഉടനെങ്ങാൻ? ഭവ്യ, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കോ. ഈ വകുപ്പ് വിഭജനത്തിൽ ഒരു തീരുമാനം ഉടനെങ്ങാൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയായിരുന്നു. ഭവ്യ, മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ വമ്പിച്ച വിജയമായിരുന്നു. 5-4 ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം. പക്ഷേ 10 ദിവസം എടുത്തു സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉള്ള അവകാശവാദം ഷിൻഡെ ഉന്നയിച്ചായിരുന്നു പ്രധാനപ്പെട്ട തടസ്സം. അദ്ദേഹത്തിന് 2.5 വർഷം മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ചോദിച്ചെങ്കിലും അത് നടന്നില്ല. അതിനുശേഷം ഒരു ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന്. അപ്പോൾ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം ആഭ്യന്തര വകുപ്പ് വേണം എന്നുള്ളതായിരുന്നു. അതിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ച നടക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും ചുമതല സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ഒരാഴ്ചക്കിടയിൽ ഔദ്യോഗികമായി വകുപ്പ് വിഭജനം സംബന്ധിച്ചോ മന്ത്രിസഭാ വികസനം സംബന്ധിച്ചോ കാര്യമായ ചർച്ചകളൊന്നും നടന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഒരു ഡെഡ് ലോക്കിലാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ആർക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക വിഷയം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദം പിൻവലിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് വേണം എന്നുള്ളതാണ് ശിവസേനയുടെയും ഷിൻഡെയുടെയും പ്രധാനപ്പെട്ട വാദം. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിജയം നേടാൻ കാരണം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഷിൻഡെയുടെ ഭരണത്തിലുള്ള ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് ആഭ്യന്തരമെങ്കിലും തരണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. പക്ഷേ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് BJP നിൽക്കുന്നത്. പിന്നീട് മറ്റു തരത്തിലേക്ക് ചർച്ച വന്നു. ആഭ്യന്തരത്തിന് പകരം ആഭ്യന്തരവും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നഗരവികസന വകുപ്പാണ് നിലവിൽ നൽകുന്നത് ശിവസേനയ്ക്ക്. നേരത്തെയും ശിവസേനയ്ക്ക് നഗരവികസന വകുപ്പാണ് ഉണ്ടായിരുന്നത്. അതിനൊപ്പം റവന്യൂ വകുപ്പ്, BJPയുടെ കൈവശം ഉണ്ടായിരുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ്, അതുകൂടി നൽകണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു. അതും കഴിയില്ല എന്നുള്ളൊരു സന്ദേശമാണ് എന്തായാലും BJP ഇപ്പോൾ ശിവസേനയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഹൗസിംഗ് വകുപ്പിന്റെ അടക്കം ചോദ്യം. ശരി, എന്തായാലും മഹാരാഷ്ട്രയിലെ വകുപ്പ് വിഭജനം സംബന്ധിച്ച തർക്കം ഉടൻ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ശൈത്യകാല സമ്മേളനത്തിന്റെ 14-ാം ദിവസമായി ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. ഭരണപക്ഷ അംഗങ്ങൾ തന്നെ ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അസാധാരണ സാഹചര്യത്തിൽ ഇന്നും സഭാ നടപടികൾ സുഗമമായി മുന്നോട്ടു പോകാൻ സാധ്യതയില്ല. അദാനി വിഷയത്തിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോൾ അമേരിക്കൻ വ്യവസായി ജോർജ് സോറനുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന ആരോപണമുയർത്തിയാണ് ഭരണപക്ഷം ബഹളം വയ്ക്കുന്നത്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജന തിരക്കിൽ നേരിയ കുറവ്. ഇന്നലെ 20,000-ഓളം ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. ഇന്ന് രാവിലെ മുതൽ നേരിയ മഴ തുടരുകയാണ്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ കാലാവസ്ഥയാണ് ഇന്നൊരൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പുലർച്ചെ ഏതാണ്ട് 5 മണി മുതലാണ് മഴ പെയ്തത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, മഴ മാറി നിൽക്കുന്നു. ഇപ്പോൾ അല്പം ഒന്ന് മഴ മാറി നിൽക്കുന്നു എന്ന് മാത്രം പറയാം. പക്ഷേ ഏത് സമയവും മഴ പെയ്യാവുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്ത് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യമുള്ളത്, ഇന്നലെ ഭക്തരുടെ എണ്ണത്തിൽ അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ 71,448 തീർത്ഥാടകരാണ് ആകെ സന്നിധാനത്തേക്ക് മല ചവിട്ടാൻ എത്തിയത്. ഇതിൽ ഏതാണ്ട് 1,500-ഓളം ഭക്തർ മാത്രമാണ് പുല്ലുമേട് വഴി ദർശനത്തിന് എത്തുകയും ചെയ്തത്. ചില ഭക്തർ അല്പം പുല്ലുമേട് വഴിയുള്ള യാത്ര അല്പം മന്ദഗതിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താഴേക്കെത്താൻ തീർത്ഥാടകർ വൈകുന്നു. ചിലർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ ഇന്നലെ ഫയർഫോഴ്സ് സന്നിധാനത്തേക്ക് എത്തിക്കുന്നതും കണ്ടു ചുമന്നുകൊണ്ട്. എന്തായാലും കാലാവസ്ഥ ഒരു വലിയ പ്രശ്നമായി ഇന്നത്തെ ദിവസം രാവിലെ മാറിയിട്ടുണ്ട്. വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ തുടരുമോ എന്നത് വ്യക്തമല്ല. എന്തായാലും ഈ ഒരു മഴ കാരണം ഒരൽപ്പം തിരക്ക് തുടരുന്ന നിലയാണ് സന്നിധാനത്ത് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത്
ഈ ഒരു മഴ കാരണം പലയിടത്തും അല്പം മഴ വന്നത് മൂലം മാറി നിൽക്കുകയൊക്കെ ചെയ്ത് ഭക്തരുടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ അല്പം പെട്ടെന്നൊരു പലയിടത്തും കൂടി നിൽക്കുന്നത് മൂലം ഒരു തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്ന് രാവിലെ മുതൽ സന്നിധാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഏതാണ്ട് ഈ കാലാവസ്ഥാ പ്രശ്നം മാറ്റി നിർത്തിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം സുഗമമായി പോവുകയാണ്. കൂടുതൽ സർവീസുകളും മറ്റും തിരക്ക് കൂടുന്നത് മുൻനിർത്തി കൂടുതൽ സർവീസുകളും മറ്റും ആരംഭിക്കുന്നുണ്ട് KSRTC. എന്തായാലും ഏതാണ്ട് മഴ ഒരു പ്രതിസന്ധിയായി ഇന്ന് എന്തായാലും രാവിലെ മാറിയിട്ടുണ്ട്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ്.